ഡോക്ടറെ ഞാൻ പറഞ്ഞ നമസ്കാരം. ഇതെന്തോടാ ഒരു പന്തലും കൊണ്ട് നീ അങ്ങ് നടക്കുവാണോ? അല്ല, വെയിൽ അടിക്കരുത്, അതാണ്. വെയിലടിക്കരുത്. ഇവിടാണോ അഭിനയിക്കുന്നത്? ആരാ മനസ്സിലായില്ല? ഞാൻ ആക്ടറാ. ഞാൻ ഡോക്ടറാണ്. ഈ ആക്ടറും ഡോക്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അറിയാം? അതെന്ത് ബന്ധുവാ? രണ്ടുപേരും തിയേറ്ററിൽ ആളിനെ കയറ്റി കൊന്നുകളയും. അതിപ്പം എന്റെ ഡയലോഗ് ഒക്കെ എന്തേ? ഡയലോഗ് ഒന്ന് നേരത്തെ തന്നായിരുന്നെങ്കിൽ എനിക്കൊന്ന് ബൈഹാർട്ട് ആക്കായിരുന്നു. എന്താ അർത്ഥക്കാരനും അവർക്ക് പഠിച്ചെടുത്തിട്ട് എനിക്കത് തെറ്റാതെ പറയായിരുന്നു. തുടക്കത്തില് ഡയലോഗ് ഇല്ലല്ലോ. അയ്യോ ഡയലോഗ് ഇല്ലേ? ഡയലോഗ് ഇല്ലെന്ന്. ഡയലോഗ് വേണം. 2 അവാർഡ് മേടിച്ചിട്ട് നിൽക്കുന്ന നടിയാണ് നിങ്ങൾ. ഡയലോഗ് ഇല്ലാതെ ആദ്യം പറയേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ സീൻ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾക്ക് ഒരു അവാർഡ് തരും, അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പക്ഷെ എന്തറിയോ, ഈ സീൻ എന്ന് പറയുന്നത് ഒരു ശവമായിട്ട് അഭിനയിച്ചാൽ മതി. എന്നെ കൊണ്ടൊക്കത്തില്ല ശവമായിട്ടൊന്നും അഭിനയിക്കാം. പിന്നെ ശവമായിട്ട് അഭിനയിക്കാം. ഞാൻ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഫ്രണ്ട്സ് ക്ലബിന്റെ അവാർഡ് വരെ എനിക്കാ കിട്ടിയത്. എനിക്കങ്ങനെ ശവമായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ആക്ച്വലി എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമതൊരു അവാർഡ് കൂടെ കിട്ടിയാൽ കഴിക്കുവോ? ഈ വർഷത്തെ ഏറ്റവും മികച്ച മോർച്ചറി അവാർഡ് ഈ കുട്ടിക്കാണ്. അങ്ങനെ ഒരു അവാർഡ് ഉണ്ടോ? പിന്നെ അങ്ങനെ ഒരു അവാർഡ് ഉണ്ട്. ഈ വർഷം തൊട്ട് തുടങ്ങിയതാണ്. അത് മന്ത്രിയെ കൊണ്ട് ഞാൻ ശുപാർശ ചെയ്യിച്ച് കുട്ടിക്ക് തന്നെ വാങ്ങിച്ചു തരും. ശരിക്കും പൈസ വല്ലതും കിട്ടുമോ? 2 ലക്ഷം രൂപയും പലകയും. നമുക്ക് വീടിന് അടിക്കാമല്ലോ. തെറ്റിപ്പോയതാണ്. ഫലകമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കാരണവരുണ്ടോ? എന്തിനു കാരണം? ഒരു വയ്യാതിരിക്കാണ്, മർക്കസേര പോലെ അവിടെ ഇരിക്കാണ് വീട്ടില്. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? കാരണവർ എന്താന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. ചൂടെടുത്ത് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേ നമ്മൾ ഇച്ചിരി തണുപ്പിന് വേണ്ടിട്ട് കേറി ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് കാരണവര്. അറിയത്തില്ല. റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ചൂടെടുക്കുമ്പോ ഞങ്ങൾ വെളിയിൽ കൊണ്ടിരുത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോ അകത്ത് കൊണ്ടുപോയി കിടത്തും. അപ്പൊ അതാണ് ഇപ്പൊ കാരണവരുടെ അവസ്ഥ. അതാണ്. അതല്ലെന്ന്. പിന്നെ എന്താണ്? കക്കൂസൊക്കെ ഉള്ള ഒരു വണ്ടി ഇല്ലയോ? കക്കൂസുള്ള വണ്ടിയോ? കാരണവര് കക്കൂസുള്ള വണ്ടി. വലിയ ആക്ട്രസ് ആണല്ലേ. കിട്ടിയിട്ടുണ്ട്. കക്കൂസുള്ള വണ്ടി, തണുക്കുന്ന വണ്ടി. കാരവാൻ ആണ് ഉദ്ദേശിച്ചല്ലേ? കാരവാൻ ഇല്ല. ചൂടെടുക്കുമ്പോൾ പറഞ്ഞാൽ മതി, മോർച്ചറിയുടെ ഫ്രീസറിനകത്ത് കയറ്റി വെക്കാം. എത്ര നേരം ഇവിടെ ഇരിക്കണം? ഇരിക്കണ്ട, ഒന്ന് കിടക്കണം. അത് നടക്കത്തില്ല പറഞ്ഞത്. അത് നടക്കത്തില്ല. തമിഴിലും തെലുങ്കിലും ഇഷ്ടം പോലെ ഓഫർ വരുന്നുണ്ട്, നമ്മളത് വിടാത്താണ്. എന്റെ പൊന്നു സുഹൃത്തെ, മന്ത്രി വരുമ്പോ ഒരു 10 മിനിറ്റ് ശവമായിട്ട് ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. ശവമായിട്ട് കിടന്നാൽ മതി. മതി. മന്ത്രി പോകുമ്പോ എഡിറ്റ് നിങ്ങൾക്കും വീട്ടിൽ പോകാം. എത്രയുള്ള പരിപാടി? എന്നാ പിന്നെ ചെയ്തുകൂടെ? ചെയ്യാം. 2 ലക്ഷം രൂപ കിട്ടുന്ന ആയോണ്ട് ചെയ്യും ഞാൻ.